മലപ്പുറം എടവണ്ണയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലി റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് പോയതായി പ്രദേശവാസി. സ്ഥലത്ത് പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി സമസ്ത ലീഗ് തർക്കം. യോഗം സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചെന്നൈയിൽ. പുതിയ സംസ്ഥാന കമ്മിറ്റികൾക്ക് അംഗീകാരം നൽകി സെക്രട്ടേറിയറ്റ്. ദേശീയ കമ്മിറ്റി പുനഃസംഘടനയ്ക്കും യോഗത്തിൽ തീരുമാനം. പാലക്കാട് മണ്ണാർക്കാട് ബിവറേജിന് മുന്നിൽ യുവാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുന്തിപ്പുഴ സ്വദേശി ഇർഷാദിനെ കുത്തിയത് ബിയർ കുപ്പി കൊണ്ട്. കൊലപാതകത്തിലേക്ക് നയിച്ചത് ബിവറേജിൽ ക്യൂ നിൽക്കുന്നതിലെ തർക്കം. കുത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടെന്നും നാട്ടുകാർ. യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ നടപടിയുമായി ബാർ കൗൺസിൽ. അച്ചടക്ക നടപടി കഴിയുന്നതുവരെ കോടതികളിൽ ഹാജരാകുന്നതിന് വിലക്ക് അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ. മഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. ഗർഭിണിയായ സമയത്തും സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന് അഭിഭാഷക ശ്യാമിലി. കേസന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്ന് അഭിഭാഷക. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് ബാർ കൗൺസിൽ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി പി രാജീവ്. സ്ത്രീ അഭിഭാഷകർക്കായി ഇന്റേണൽ കമ്മിറ്റികൾ വേണമോ എന്നത് പരിശോധിക്കണമെന്നും മന്ത്രി. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് പേപ്പർ കാണിക്കാം. മനുഷ്യരെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിലെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലെടുത്തയാളെ ബലമായി മോചിപ്പിച്ച് KU ജനീഷ് MLA. രണ്ടാമതും നക്സലുകൾ വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും MLA. ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഭാര്യയും മകളെയും ക്രൂരമായി മർദ്ദിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി നൌഷാദ്. ക്രൂരമർദ്ദനത്തിനിരയായത് അമ്പായത്തോട് സ്വദേശി നസ്ജയും മകളും. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്ക്. വീട് വിട്ടോടിയ നസ്ജയെയും മകളെയും ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ. ഇന്ത്യ പാക് സംഘർഷത്തിലെ പാർട്ടി വിരുദ്ധ പ്രതികരണത്തിൽ ശശി തരൂരിന് കോൺഗ്രസ് താക്കീത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇത്. തരൂർ പരിധി കടന്നെന്നും വിമർശനം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. മന്ത്രിയുടെ നടപടി പരിഹാസ്യവും നിന്ദ്യവുമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. വിജയ് ഷായെ തള്ളി BJP കേന്ദ്ര നേതൃത്വം. സോഫിയ ഖുറേഷി ഇന്ത്യൻ യുവതലമുറയുടെ മാതൃകയാണെന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി. വിവാദ പരാമർശത്തെ അപലപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്കെതിരായ ഇത്തരം പ്രസ്താവനകൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും വനിതാ കമ്മീഷൻ. ചൈനീസ് ടർക്കിഷ് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം നീക്കി ഇന്ത്യ. നീക്കിയത് ഗ്ലോബൽ ടൈംസിന്റെയും TRT വേൾഡിന്റെയും നിരോധനം. ഇരു മാധ്യമങ്ങളുടെയും X അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു. റെയിൽവേ കാറ്ററിംഗ് സെന്ററിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച കരാറുകാരന് പിഴ ചുമത്തി. പരിശോധന കർശനമാക്കുമെന്നും റെയിൽവേ. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെ എന്ന് കണ്ടെത്തൽ. പിടികൂടിയത് വന്ദേ ഭാരത് അടക്കം ട്രെയിനുകളിൽ വിതരണം ചെയ്യാനുള്ള ഭക്ഷണം. സംയുക്ത സൈനിക മേധാവിയും 3 സേനാ മേധാവിമാരും രാഷ്ട്രപതിയെ കണ്ടു. ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഷ്ട്രപതിയോട് വിശദീകരിച്ച സൈനിക മേധാവിമാർ. സേനയുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും അഭിനന്ദിക്കുന്നതായി രാഷ്ട്രപതി. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സുരക്ഷാ സമിതി യോഗവും ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗവും പൂർത്തിയായി.
പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാനെ മോചിപ്പിച്ചു. ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് ഏപ്രിൽ 23-ന്. ബംഗാൾ സ്വദേശിയായ പൂർണ്ണം കുമാർ ഷാ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തി. ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന പാക് റേഞ്ചറിനെയും കൈമാറി.